Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. സങ്കീർത്തനം 119:89 കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വചനമായ ദൈവം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഹനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് രക്ഷ നൽകി. അവൻ ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം അവൻ വീണ്ടും സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു, സ്വർഗത്തിലേക്ക് പോയി. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. വചനമായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മാനവരാശിക്ക് രക്ഷ തന്നിട്ട് അവൻ വീണ്ടും തിരിച്ചുപോയി. പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവേ അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സുസ്ഥാപിതമാണ്. അങ്ങയുടെ പുത്രനായ ക്രിസ്തു, വചനമായ ക്രിസ്തു, അവൻ സ്വർഗത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഒന്ന് സ്തുതിക്കാമോ? മനുഷ്യ ഹൃദയങ്ങളുടെ മേൽ വചനം കടന്നു പോവട്ടെ. രോഗത്തിന്റെ മേൽ വചനം കടന്നു പോവട്ടെ. ഇവരെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടപിശാച് വിട്ടൊയ്യട്ടെ. മത്തായി 4:10 സാത്താനെ ദൂരെ പോകുക, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാനായിട്ട് പാടുള്ളൂ. ഹല്ലേലൂയ. മത്തായി 16:19 പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ദൈവജനത്തിന്റെ മേൽ പിശാചിട്ടിരിക്കുന്ന ചങ്ങലകൾ തകർത്തു പ്രാർത്ഥിക്കുന്നു. കരമടിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. വചനത്തിന് അഭിഷേകം വ്യാപരിക്കട്ടെ. വചനശക്തിയിൽ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വചനശക്തിയിൽ ദുഷ്ടപിശാച് വിട്ടുമാറട്ടെ. വചനശക്തിയിൽ ശാപത്തിന്റെ ചങ്ങല പൊട്ടട്ടെ. യേശുനാമത്തിൽ. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് പ്രിൻസി. പ്രിൻസി പാവറട്ടിയിൽ കൺവെൻഷൻ കൂടിയിരുന്നു. കൈ കാണിച്ച്. ഈ കൈയുടെ ഈ ഭാഗത്തും ഈ കൈയുടെ ഈ ഭാഗത്തും സർജറി പറഞ്ഞെന്നാണ്. പക്ഷെ ഞാനിങ്ങനെ പിടിച്ചായിരുന്നു. രണ്ട് കൈക്കൊന്ന് പിടിച്ചു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. അവള് സർജറി വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സർജറി ഇല്ല, സർജറി വേണ്ട. പിന്നെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഇല്ല, എൻ്റെ മകനെ പോലെ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മോനെ പോലെ എനിക്ക് എടുത്തിട്ട് എങ്ങോട്ടും പോകാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ മോനെ വെച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എത്ര നേരം വേണമെങ്കിലും എൻ്റെ മോനെ കൈ പിടിച്ച്, കൈക്ക് കുറച്ച് നേരം പിടിക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ തളരുന്ന പോലെ തോന്നിയിരുന്നത്. പൂർണ്ണ സൗഖ്യം. ഓപ്പറേഷൻ വേണ്ട, പൂർണ്ണ സൗഖ്യമാണ് കർത്താവ് കൊടുത്തത്. Divine healer, divine healer, Jesus the divine healer, healing with the medicine of His Spirit every moment and all the pain that's deep within.
ഞാനന്ന് സ്റ്റേജിൽ കയറി പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവൻ്റെ കൂടെ നിന്ന് കയറിയിട്ടാണ് ഞാൻ ബ്രദറിനോട് പറഞ്ഞു, എനിക്കന്നേരം ഒരു വിശ്വാസക്കുറവല്ല, എനിക്ക് കുറച്ച് നാളായിട്ട് ഉണ്ട് ഈ അസുഖം. അതായത് കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ചായ കുടിക്കുന്ന സമയത്താണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു പൊസിഷനിൽ ചെരിയുമ്പോഴേക്കും ഇവിടെ ഒരു ടിക്കെന്ന് പറഞ്ഞ് വെച്ച് വരും. അപ്പോഴേക്കും ഈ ചായയൊക്കെ എൻ്റെ മേത്തായിരിക്കുള്ളൂ. അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൽപ്പനയാണ്, പണിയൊന്നും മര്യാദക്കൊന്നും അത്ര ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ ചെയ്യുമ്പോഴേക്കും വേദന അങ്ങോട്ട് കൂടും. അപ്പോൾ ചെവി തുടങ്ങി ഇങ്ങനെയായിരുന്നു വേദന മൊത്തം. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ബ്രദറെ കാണാൻ പോണതിൻ്റെ 2 ദിവസം വേണമെന്ന് 1 ദിവസം വേണമെന്ന് അറിയില്ല. രാത്രി ഞാനിങ്ങനെ ഇവിടെ വേദനകളോടുത്ത് തടയി ഇങ്ങനെ ഒരു ഇവനെ ഇടുന്ന തന്നെ കുഴപ്പനെ ഇട്ടിട്ടാണ് ഞാൻ തടയിക്കൊണ്ടിരുന്നത്. ബ്രദർ ആ സ്പോട്ടിൽ വെച്ച് തന്നെ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ എനിക്ക് അപ്പം തന്നെ അനുഭവപ്പെട്ട് വേദന പെട്ടെന്ന് മാറണമായിട്ട് തോന്നി. പിന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും പക്ഷേ പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 2 ദിവസം പണിക്ക് പോകാൻ പറ്റിയിരുന്നു. അത് ആ 2 ദിവസവും ഞാൻ സാധാരണ ചെയ്യുന്നതിൽ കൂടുതൽ പണി നല്ല ഭംഗിയായിട്ട് ഞാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. Oh Jesus, you are my Lord.